أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون يصلوها اليوم بما كنتم تكفرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1529 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 59 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്ത് യാസീനിലെ 59 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ ഇതിന്റെ തൊട്ടു മുമ്പായി സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ അവരെ ഏറ്റുവാങ്ങുന്ന ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നത്, അവരെ ആനന്ദിപ്പിക്കുന്ന സ്വർഗീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അസ്ഹാബുൽ ജന്നത്ത് ആ ദിവസം ആനന്ദകരമായ പല കാര്യങ്ങളിലുമായിരിക്കും വ്യാപൃതരായിരിക്കുക. അവരും അവരുടെ ഇണകളും ശീതളിമയിൽ ചാരുമഞ്ചങ്ങളിലായി ചാരിയിരിക്കുന്ന ഒരു കാഴ്ചയാകും അവിടെ കാണാനാവുക. എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവർക്ക് നൽകപ്പെടും. അവരാവശ്യപ്പെടുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കും. കാരുണ്യവാനായ റബ്ബിന്റെ ആശംസ അവരെ കേൾപ്പിക്കപ്പെടുന്നത് സലാം എന്നതാണ്, ശാന്തി സമാധാനം എന്നതാണ് അവർ കേൾക്കേണ്ടി വരിക. അതാണ് കാരുണ്യവാനായ റബ്ബിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന ആശംസ എന്നുകൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള നരകാവകാശികളായി മാറാൻ പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന
ട്രീറ്റ്മെന്റിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഈ ആയത്തുകൾ വരുന്നത്. മഹ്ശറില് എല്ലാവരും ഒത്തുചേരുന്ന ആ വേളയിൽ സുഹൃതവാന്മാരായ സത്യവിശ്വാസികൾ സ്വർഗപ്രവേശനം നേടുമ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒത്തുചേരുന്ന ഇടത്തിൽ അവിടുന്ന് നിഷേധികളും കുറ്റവാളികളുമായിക്കൊണ്ട് ജീവിച്ച ആളുകളോട് പ്രത്യേകമായിട്ട് അല്ലാഹു അവർക്കൊരു നിർദ്ദേശം നൽകുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ പരാമർശിക്കുന്നത്. വംതാസുല്യവും, ഇന്നേ ദിവസം നിങ്ങൾ മാറി നിൽക്കുക, വേറിട്ട് നിൽക്കുക, അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു നിലക്കും വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണ് അവർ കേൾക്കേണ്ടി വരിക. കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒത്തുചേർന്ന ആ ഇടത്തിൽ അപമാനിതരാകുന്ന വിധത്തില് മാറി നിൽക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു എന്നത് അടുത്ത മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ ഈ നിഷേധികളും കുറ്റവാളികളും ഒക്കെയായ ആളുകൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെയാണ് പാരത്രിക ലോകത്ത് മഹ്ശറിൽ നേരിടേണ്ടി വരിക. വംതാസുൽ യൗം, ഈ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കുക, മാറി നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. സത്യവിശ്വാസികളും ഒരുമിച്ച് മഹ്ശറിൽ ഒത്തുനിൽക്കുന്ന അവസ്ഥയിൽ അവരുടെ കൂട്ടാളികളും നാട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടാവും. ആ സംഘത്തിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് അവരോടൊപ്പം നിൽക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വേറിട്ട് മാറി നിൽക്കുക എന്ന ഒരർത്ഥത്തില് ഈ ആയത്തിന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വായന സാധ്യതയുള്ളത്, കുറ്റവാളികൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ അവര് നേരത്തെ പരിചയമുള്ളവരും ഒരുമിച്ച് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നവരും ഒരേ വേദികളിൽ ഉണ്ടായിരുന്നവരും ഒരേ വിധത്തിൽ സംഘടിച്ച് നിന്നിരുന്നവരും ഒക്കെയായ ആളുകളായിരിക്കാം. അത്തരം ആളുകളോട് നിങ്ങൾ അങ്ങനെ സംഘടിതരായി നിൽക്കേണ്ടതില്ല. വേറിട്ട് പരസ്പരം മാറി അകന്നു നിൽക്കുക എന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലും ഈ ആയത്തിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഐക്യപ്പെട്ട് സംഘടിച്ച് നിൽക്കുന്ന ഒരു ഏർപ്പാടില്ല. ഇവിടെ മുദ്രാവാക്യം വിളിയൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഒരേ നിലപാടുകാരും ഒരേ വീക്ഷണക്കാരും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ കൈകോർത്ത് സംഘടിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഏർപ്പാടില്ല. മാറി നിൽക്കി. ഓരോരുത്തരും വേറിട്ട് ഒറ്റയായിട്ട് നിൽക്കണം എന്നാണ് നിർദ്ദേശം നൽകപ്പെടുന്നത് എന്ന വിധത്തിലും ഇതിനെ വായിക്കാവുന്നതാണ്. ഒരുപക്ഷെ രണ്ടുമാവാം. വിശ്വാസികളിൽ നിന്ന് അകന്ന് വേറിട്ട് നിൽക്കാനുള്ള നിർദ്ദേശവും അതേപോലെ കുറ്റവാളികൾ എല്ലാവരും കൈകോർത്ത് സംഘടിച്ച് ഒരുമിച്ച് നിൽക്കുന്നത് വേണ്ട, അവര് വേറിട്ടൊറ്റയായി നിൽക്കണം എന്നുള്ള നിലക്ക് നിർദ്ദേശിക്കുന്ന വിധത്തിലും ആവാം. എന്തായാലും പരസ്യമായ ഒരു അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണ് അവർക്ക് കേൾക്കേണ്ടി വരുന്നത്. അവരോട് വേറിട്ട് നിൽക്കാൻ, മാറി നിൽക്കാൻ പറയുന്നത് ഒരുപക്ഷെ അത് തുടർന്നുള്ള ആയത്തിന്റെ സൂചന കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹു നേരിട്ട് അവരോട് പറയുന്ന വിധത്തിലാണതുള്ളത്. ഇനി അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ അവരോട് ആ വിധത്തിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്ന വിധത്തിലും മനസ്സിലാക്കാൻ സാധിക്കും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമുകൾ എന്നാണ് ഇവിടെ അവരെ അഭിസംബോധന ചെയ്യുന്നത്. മുജ്രിം, ക്രിമിനൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ക്രൈം എന്നത് അറബി ഭാഷയിൽ നിന്ന് വന്നൊരു ഇംഗ്ലീഷ് പദമാണ് ക്രൈം. അതിന്റെ വേറെ രൂപമാണല്ലോ ക്രിമിനൽസ്. അപ്പൊ ക്രൈം എന്നത് ഇജ്റാം എന്ന അറബി വാക്കിന്റെ അതിനാണ് മുജ്രിമു വന്നിട്ടുള്ളത്. ഇജ്റാം എന്നതിന്റെ മിസ്രി ഉച്ചാരണം ഇഗ്രാം എന്നായിരിക്കും. ഇഗ്രാം എന്നതിൽ നിന്നായിരിക്കണം
ക്രൈം എന്ന വാക്ക് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ കുറ്റവാളികളെ ക്രിമിനൽസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അവരോട് പറയുന്നത് വേറിട്ട് നിൽക്കാൻ, മാറി നിൽക്കാനാണ്. സത്യവിശ്വാസികളോടൊപ്പം നിങ്ങൾ നിൽക്കാൻ പാടില്ല, അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. നിങ്ങൾ തന്നെയും ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മ എന്ന നിലക്ക് അങ്ങനെ സംഘടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും വേണ്ട. രണ്ടുപേരും രണ്ടു കൂട്ടരും എല്ലാവരും തന്നെ വേറെ വേറെ ആയിട്ട് ഒറ്റയായിട്ട് മാറി നിൽക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത് എന്ന നിലക്കും അത് കാണാം. എന്നിട്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അലം അഹദിയിലേക്കും, നിങ്ങൾക്ക് ഞാനൊരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കൊരു മുന്നറിയിപ്പും ഒരു വലിയ വിലക്ക് ഏർപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു വലിയ കടുത്ത താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? അല്ലാ തഅ്ബുദു ശൈത്താൻ, ശൈത്താന്, പിശാചിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. പിശാചിന് ഇബാദത്ത് ചെയ്യുന്നവരായി, പിശാചിനെ അടിമപ്പെടുന്നവരായി, പിശാചിനെ അനുസരിക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് നിങ്ങൾക്ക് ഞാനൊരു താക്കീതും മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അറിയാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും അല്ലല്ലോ നിങ്ങൾ പിശാചിന്റെ അടിമകളായി മാറിയിട്ടുള്ളത്. നേരത്തെ കാലത്ത് തന്നെ, കാലേക്കൂട്ടി തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും പിശാചിനെ ഇബാദത്ത് ചെയ്യുന്നവരായി, പിശാചിനെ അടിമപ്പെടുന്നവരും പിശാചിനെ അനുസരിക്കുന്നവരുമായിട്ട് മാറരുത് എന്നത്. പിശാചിനെ ആരാധിക്കുക എന്നത് എന്നൊരു എക്സ്റ്റെൻഡോളം പോകണമെന്നില്ലത്. അങ്ങനെ ഒരു സംസ്കാരവും പലയിടത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കണ്ടും കേട്ടും ഒക്കെ അറിയാൻ പറ്റുന്നതായിട്ടുണ്ട്. ഡെവിൾ വേർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്, സൈത്തൻ വേർഷിപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ലോകത്ത് പലയിടത്തും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് വിധേയപ്പെടുക, അടിമപ്പെടുക, അനുസരിക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. പിശാചിന് വഴിപ്പെടുന്ന, പിശാചിനെ അനുസരിക്കുന്ന ധാരാളം സന്ദർഭങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ഒരാളുടെ സ്വേച്ഛയെ ഫോളോ ചെയ്തുകൊണ്ട് ജഡിക താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രേരണകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഒരാൾ നീങ്ങുന്നുവെങ്കിൽ അത് പിശാചിനെ ഇബാദത്ത് ചെയ്യലാണ്, പിശാചിനെ അടിമപ്പെടലാണ്, പിശാചിനെ അനുസരിക്കലാണ്. അത് ആരാധന എന്നുള്ള അർത്ഥത്തിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അത് നമ്മൾ സ്വന്തം ശരീരത്തിന്റെ ജഡികമായ ശരീരത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും ലംഘിക്കുന്നുവെങ്കിൽ അത് പിശാചിനെ അടിമപ്പെടലാണ്, പിശാചിനെ അനുസരിക്കലാണ്. അപ്പോ നിങ്ങൾ പിശാചിന്റെ അടിമകളാവരുത് എന്ന വിധത്തില് നിങ്ങൾക്ക് നാം നേരത്തെ ഒരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, പിശാച്, ശൈത്താൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് എന്ന കാര്യവും തീർച്ചയായിട്ടും നാം നിങ്ങളെ താക്കീതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് അള്ളാഹു ഈ ഘട്ടത്തില് ഈ കുറ്റവാളികളായി മാറ്റി നിർത്തപ്പെട്ട ആളുകളോടായിട്ട് ചോദിക്കുന്നത്. ആദമിന്റെ മക്കളെ, നിങ്ങളോട് ഈ കാര്യം പറയാതിരുന്നിട്ടില്ലല്ലോ, നിങ്ങളെ ഇത് അറിയിച്ചതാണല്ലോ, നിങ്ങൾക്ക് താക്കീതായിട്ട് ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള കാര്യമാണല്ലോ എന്നാണ്. അലം അഹദിയിലേക്കും, ഞാൻ നിങ്ങളിലേക്ക് ഒരു താക്കീതും ഒരു വാഗ്ദാനം എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലക്കൊക്കെ തന്നെ നിങ്ങളെ കോഷൻ ചെയ്തുകൊണ്ട് നേരത്തെ ഞാൻ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, അല്ലാ തഅ്ബുദു
അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനിന് ഇബാദത്ത് ചെയ്യരുത് എന്ന്. ഷെയ്ത്താന് ഇബാദത്ത് ചെയ്യുക എന്നത് ഷെയ്ത്താനെ ആരാധിക്കുക എന്ന അർത്ഥത്തില് വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ ഒരു അർത്ഥസൂചന ഉണ്ടാവാൻ ഇടയുള്ളൂ. പ്രത്യക്ഷത്തിൽ ഷെയ്ത്താനെ ആരാധിക്കുന്ന ആളുകള് ഭൂമുഖത്ത് വളരെ കുറഞ്ഞ എണ്ണമേ കാണുള്ളൂ. എന്നാൽ പിശാചിന് വഴിപ്പെടുന്ന ആളുകള്, പിശാചിനെ അനുസരിക്കുന്ന ആളുകള്, പിശാചിന് അടിമപ്പെടുന്ന ആളുകള് വളരെയേറെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പദം പഴയകാലത്ത് അങ്ങനെ കേരളത്തിൽ വലിയൊരു വിവാദം ഉണ്ടായ, ചർച്ചയും തർക്കവും ഒക്കെ ഉണ്ടായ ഒരു പദമാണ് ഇബാദത്തിന്റെ അർത്ഥസൂചനകൾ. വളരെ ബുദ്ധിശൂന്യമായ അനാവശ്യമായ ഒരു ചർച്ചയായിരുന്നു അതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന വാക്ക് ഈ ആരാധന എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അടിമപ്പെടലും അനുസരണവും ഒക്കെ അതിന്റെ അർത്ഥസൂചനകളിൽ പെട്ടത് തന്നെയാണ്. പടച്ച തമ്പുരാനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നതിൽ ആരാധന മാത്രമല്ല, അള്ളാഹുവിന് വിധേയപ്പെടല്, അള്ളാഹുവിന്റെ അടിമയാവല്, അള്ളാഹുവിനെ അനുസരിക്കൽ, ഇതൊക്കെ അതിൽ പെടും. ചിലയിടത്ത് അത് ആരാധന തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ആ ആരാധനയിലും അനുസരണവും അടിമപ്പെടലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാൻ അതിന്റെ അനാവശ്യമായ ആ സൂചനകളിലേക്കോ ചർച്ചയിലേക്കോ ഒന്നും പോവുകയല്ല. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം, പിശാചിന് വഴിപ്പെടരുത്, പിശാചിനെ അനുസരിക്കുന്നവരാവരുത്, നിങ്ങൾ പിശാചിന്റെ അടിമകളാവരുത് എന്ന കാര്യം നിങ്ങളെ നേരത്തെ തന്നെ ഞാൻ താക്കീതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. ഇന്നഹൂലക്കും അദുവ്വും മുബീൻ, അവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ശത്രുവാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ശത്രുവാണെന്ന് പറയുമ്പോൾ കാഴ്ചയിൽ പിശാച് അങ്ങനെ ഒരു ശത്രുവിന്റെ ശരീരഭാഷ, വേഷം ഒക്കെയുള്ള വിധത്തിലാകും എന്നല്ല. യഥാർത്ഥത്തില് വളരെ ആകർഷകമായ ഒരു രൂപത്തിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിട്ടും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ബന്ധമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ പിശാചി നമ്മളെ സമീപിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരിക്കലും തന്നെ പ്രത്യക്ഷത്തിൽ ശത്രുവാണ് എന്നത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ താക്കീതുകളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക്, അതിനെക്കുറിച്ച് ഉപബോധ മനസ്സിലെങ്കിലും ഒരു ധാരണയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്നെ കൈപിടിച്ച് നടത്തുന്നത് പിശാചാണ് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പൊ ഈ കാര്യം നേരത്തെ തന്നെ നിങ്ങളെ നാം താക്കീത് ചെയ്തിട്ടുള്ളതാണല്ലോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇപ്പോ നിങ്ങൾ മുജരിമുകളായി മാറിയത് പെട്ടെന്ന് അള്ളാഹുവിന്റെ ഈ കൽപ്പന ഉണ്ടായപ്പോ അല്ലെങ്കിൽ ഈ സംസാരം തുടങ്ങിയപ്പോ മുജരിമുകളായി മാറിയതല്ല. നിങ്ങളൊക്കെ തന്നെ വളരെ കോൺഷ്യസ് ആയി ബോധപൂർവം അറിഞ്ഞുകൊണ്ട് പിശാചിന് അടിമപ്പെടുകയായിരുന്നു എന്നതാണ് വസ്തുത. നിങ്ങൾക്ക് പിശാച് പ്രത്യക്ഷ ശത്രുവാണ് എന്ന കാര്യവും അറിയാമായിരുന്നു. മാത്രവുമല്ല, അന്ന് നിങ്ങളോട് പറയപ്പെട്ടിരുന്നത്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശം അനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ്, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക, എന്റെ അടിമകളാവുക, എന്നെ അനുസരിക്കുക, ഇതാണ് ചൊവ്വായ മാർഗം, ഇതാണ് ശരിയായ മാർഗം. ഈ വിധത്തില് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടും ഉണ്ടായിരുന്നതാണ്. അനിഅബ്ദൂനി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാവുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്ന് പറയുന്നതില് അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിന് വിധേയപ്പെടലും അള്ളാഹുവിനെ ആരാധിക്കലും ഒക്കെ പെടും. അതൊക്കെ ചേരുമ്പോഴേ ഇബാദത്ത് അതിന്റെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. അപ്പോ അനിഅബ്ദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കുക, എനിക്ക് അടിമപ്പെടുക, എന്നെ അനുസരിക്കുക, ഈ കാര്യവും നിങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടതാണ്. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായ, ഏറ്റവും ഋജുവായ, നേരെയുള്ള ചൊവ്വായ മാർഗം. ഈ കാര്യവും നിങ്ങളെ അറിയിക്കപ്പെട്ടതാണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, ഈ പിശാച്, ഈ ശൈത്താൻ നിങ്ങളുടെ കൂട്ടത്തിലെ
വളരെ വലിയ എണ്ണം കൂട്ടരെ തീർച്ചയായിട്ടും വഴി പിഴപ്പിച്ചിട്ടുണ്ട്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ ജിബില്ലൻ കസീറ. ജിബില്ലൻ കസീറ എന്ന് പറഞ്ഞാൽ വളരെ 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 വലിയ എണ്ണം ആളുകളെ ഈ ശൈത്താൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ താക്കീതും മുന്നറിയിപ്പും ഇരിക്കെ തന്നെ അത് വിസ്മരിച്ചുകൊണ്ട് പിശാചിനെ പിൻപറ്റുന്നവരായിട്ട് മാറുകയായിരുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ, ആദം സന്തതികളുടെ കൂട്ടത്തില് ഒട്ടേറെ ആളുകൾ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. തീർച്ചയായിട്ടും അവൻ നിങ്ങളിൽപ്പെട്ട വളരെ വലിയ എണ്ണം ആളുകളെ പിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അഫലം തകൂനു തഅഖിലൂൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തേ ബുദ്ധി ഉപയോഗിക്കാൻ അറിയുമായിരുന്നില്ലേ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ എന്നതാണ്. അഫലം തകൂനു തഅഖിലൂൻ. കാര്യങ്ങളെ അഖ്ലു കൊണ്ട് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലേ? അഫലം തകൂനു തഅഖിലൂൻ. വികാരങ്ങൾക്ക് അടിമപ്പെട്ട്, പ്രേരണകൾക്ക് അടിമപ്പെട്ട് പിശാചിന്റെ പ്രലോഭനത്തിന് വീഴുകയായിരുന്നു, അല്ലെങ്കിൽ അതിൽ ചെന്ന് പതിക്കുകയായിരുന്നു നിങ്ങളിൽ ഏറെ പേര്. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങള് യുക്തിയുക്തമായി മനസ്സിലാക്കി ശരിയുടെ മാർഗം പിൻപറ്റാൻ നിങ്ങൾക്ക് എല്ലാ അവസരവും ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ പിശാചിന്റെ പ്രേരണയില് വശംവദരായിക്കൊണ്ട് തെറ്റായ വഴിയിൽ സഞ്ചരിക്കുകയായിരുന്നു. നിങ്ങൾ അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുന്നവരായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്നിട്ട് ഇപ്പോ അള്ളാഹു പറയുന്നത്, ഹാദിഹി ജഹന്നം, ഇതാണ് നരകം. ഹാദിഹി ജഹന്നം, കണ്ടോളൂ, ഇതാണ് നരകം. അല്ലതീ കുൻതും തുഅദൂൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു ഭീഷണി എന്ന നിലക്ക് നരകത്തെക്കുറിച്ച് നിങ്ങളെ പല താക്കീതുകളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ ഈ വേദിയിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ ചർച്ചയ്ക്കിടയിൽ നരകത്തെക്കുറിച്ചുള്ള പരാമർശത്തെ നരകം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന വിധത്തിലൊക്കെ പലരും പരാമർശിക്കുകയും സൂചിപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ പലപ്പോഴും കാണുകയുണ്ടായതാണ്. അപ്പൊ നരകത്തെക്കുറിച്ചുള്ള താക്കീതും ഭീഷണിയും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധിക്കില്ല. കാരണം ഈ വിശുദ്ധ ഖുർആനെ തള്ളിക്കളയുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. നരകം കാണിച്ച് പേടിപ്പിക്കുകയാണ്, താക്കീത് ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് എന്നത്. അതുകൊണ്ട് അള്ളാഹു അവരെ നരകത്തെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവരോട് പറയുന്ന കാര്യം ഇതാണ്, ഹാദിഹി ജഹന്നം, ഇതാണ് നരകം. അല്ലതീ കുൻതും തുഅദൂൻ. ഏതൊന്നിനെ കുറിച്ചാണോ നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ, ആ നരകം ഇതാ നിങ്ങളുടെ കൺമുന്നിൽ, ഇതാണ്, ഈ കാണുന്നതാണ് നരകം. ഇനി പറയുന്ന കാര്യം ഇസ്ലാഊഹ, അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് അതിൽ കത്തി എരിഞ്ഞോളൂ. ഇസ്ലാഊഹ, ആ നരകത്തിന്റെ ഇന്ധനമായിക്കോളൂ. ഇസ്ലാഊഹ, നിങ്ങൾ അതിലേക്ക് കടന്ന് വെന്തെരിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അല്യവും, ഇന്ന് നിങ്ങൾക്കുള്ള വിധി അതാണ്. ഇസ്ലാഊഹ അല്യവും, നിങ്ങൾ അതിലേക്ക് കടന്ന് കത്തി എരിഞ്ഞോളുക. ബിമാ കുൻതും തക്ഫുറൂൻ, എന്താണത്? നിങ്ങളുടെ നിഷേധത്തിന്റെ, നിങ്ങളുടെ കുഫറിന്റെ പ്രതിഫലമായിട്ടാണ് നിങ്ങൾക്കിപ്പോ അത് അനുഭവിക്കാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ കുഫറിന് വേണ്ടി നിലകൊണ്ടവരായിരുന്നു എന്നതിനാലാണ്. കുഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധമാണ്, സത്യം മൂടിവെക്കലാണ്, നന്ദികേട് കാണിക്കലാണ്. അങ്ങനെ ബന്ധപ്പെട്ട പല അർത്ഥങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ മാർഗദർശനവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു, അതിനെ കളവാക്കി. അതിനെ സത്യപ്പെടുത്തുന്നതിന് പകരം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടും അതിനെ കളവാക്കിക്കൊണ്ടുമുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്.
നിങ്ങളത് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്ന വിധത്തില് നിങ്ങൾക്ക് മനസ്സിലായ സത്യം പോലും നിങ്ങൾ മൂടി വെക്കുകയാണ് ചെയ്തത്. അങ്ങേയറ്റത്തെ നന്ദികേട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുകയുണ്ടായത്. പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ കൃപാവായ്പ കൊണ്ടാണ് നിങ്ങൾക്ക് ദൂതൻ മുഖേന മാർഗദർശനം എത്തിച്ചു തരികയുണ്ടായത്. എന്നാൽ അതിന് കൃതജ്ഞത കാണിക്കുന്നതിന് പകരം നിങ്ങൾ കടുത്ത കൃതജ്ഞത, നന്ദികേട് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇപ്പോ നരകത്തിൽ പ്രവേശിച്ച് അതിൽ കത്തിയെരിയാനുള്ള ഈ അവസരം നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. ഇസ്ലൗഹൽ യൗം, ഇന്ന് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി നിൽക്കണ്ട, നേരെ അങ്ങോട്ട് കടന്നോളൂ, ഈ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ, അവിടെ വെന്തെരിഞ്ഞോളൂ, കത്തിക്കരിഞ്ഞോളൂ. ഇതാണ് പറയുന്നത്. ബിമാ കുന്തും തക്ഫുറൂൻ, വെറുതെ അല്ല, നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള നേട്ടമായിട്ട്, അതിനുള്ള പ്രതിഫലമായിട്ട് തന്നെയാണിത്. എന്താണ് നിങ്ങളുടെ പ്രവർത്തനം? അത് കുഫ്റാണ്, നിഷേധമാണ്, സത്യത്തെ തള്ളിക്കളയലും അസത്യത്തെ പുകഴ്ത്തി വാഴ്ത്തിപ്പാടലും അതുപോലെ സത്യം മൂടിവെക്കലും പടച്ചു തമ്പുരാനോട് അങ്ങേയറ്റത്തെ നന്ദികേട് കാണിക്കലും. ഇതൊക്കെ കാരണമായിട്ട് അതിനൊക്കെയുള്ള പ്രതിഫലം എന്ന നിലക്ക് ഇന്ന് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചോളൂ, അവിടെ വെന്തെരിഞ്ഞോളൂ. ഇതാണ് അള്ളാഹു ആ ഘട്ടത്തിൽ അവരോടായിട്ട് പറയുന്ന കാര്യം. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ ഇന്ന് അങ്ങോട്ട് പ്രവേശിച്ചോളൂ, അങ്ങോട്ട് കടന്നോളൂ, എന്നിട്ട് അവിടെ വെന്തെരിഞ്ഞോളൂ എന്നതാണ് നിർദ്ദേശം. അപ്പൊ ഇത് നേരത്തെ അസ്ഹാബുൽ ജന്നത്തിനെ പരാമർശിച്ചതിന് ശേഷം അസ്ഹാബുൽ ജഹന്നം എങ്ങനെയായിരിക്കും എന്നത് വ്യക്തമാക്കുകയാണ് ഇവിടെ അള്ളാഹു. അസ്ഹാബുൻ നാർ ആരായിരിക്കും, ആ ആളുകള് ഏത് വിധത്തിലുള്ള സ്വീകരണമാണ് അവിടെ ഏറ്റുവാങ്ങാൻ പോകുന്നത്, അവർക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അനുഭവം എന്തായിരിക്കും എന്നതൊക്കെ വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ വിവരണം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഏതാനും ആയത്തുകളിൽ കൂടി തുടർന്ന് ഈ കാര്യം, അവരുടെ നരക ജീവിതത്തിന്റെ ചില തലങ്ങളെ വെളിപ്പെടുത്തുന്ന വിധത്തില് ചില ആയത്തുകളിൽ കൂടി അതിന്റെ വിവരണം തുടരുന്നുണ്ട്. ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് യാസീനിലെ 59 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിജയമാക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നരകത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.